ഒരു കൊലപാതകമോ കുറ്റകൃത്യമോ ചെയ്ത ശേഷം എത്ര നാൾ ഒരാൾക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കും? ഊരും പേരുമില്ലാതെ ഇങ്ങനെ ഒളിജീവിതം നയിച്ച പലരും ഒരിക്കൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം തിരൂരിൽ 19 വർഷം മുൻപ് നടന്നൊരു കൊലപാതക കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യുവാവിനെ കാർ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അന്ന് അറസ്റ്റിലായിരുന്നു. 2006 നടന്ന സംഭവത്തിൽ ജാമ്യം കിട്ടിയ ശേഷം മുഖ്യപ്രതി വമേഷ് നാടുവിട്ടതാണ്. പിന്നീട് മലമ്പാമ്പ് കണ്ണെന്ന പേരിൽ പലയിടത്തും ഒളിവിൽ താമസിച്ചു. ഒടുവിൽ പ്രതി 19 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. ാണ് മലപ്പുറം കാഞ്ഞിരക്കുറ്റിയിൽ വെച്ച് സംഘം ചേർന്ന യുവാവിനെ കാറിൽ നിന്നിറക്കി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കവർച്ച നടത്തിയത്. ആ കേസിലെ മുഖ്യപ്രതിയായിരുന്നു തിരൂർ സ്വദേശി വിമേഷ്. അന്ന് പോലീസിന്റെ പിടിയിലായ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. പിന്നീട് 19 വർഷത്തിന് ശേഷമാണ് പ്രതി കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. മലമ്പാമ്പ് കണ്ണൻ എന്ന കള്ളപ്പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഇയാൾ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിയെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം SHO നൌഫലിന്റെ നിർദ്ദേശപ്രകാരം SI സുധീറിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. പ്രതിക്കെതിരെ മഞ്ചേരി സെഷൻസ് കോടതി പലതവണ വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് വലയിലാക്കിയത്. ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ ഇയാൾ മറ്റേതെങ്കിലും ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. News 18 തിരൂർ.